ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെന്നയുടെ പേസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുക. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കളർ കിട്ടാനും നമുക്ക് നരയുള്ളവർക്കെല്ലാം നന്നായി കറുപ്പ് വരാനും എല്ലാത്തിനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അയ്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. ഇത് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. എന്നിട്ടിത് ഒരു ഇരുമ്പ് പാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആണിയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഈ പൗഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഈ പൗഡറിലോട്ട് നമ്മൾ നെല്ലിക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനിതിൽ ഒരു 4-5 സ്പൂണോളം ഇടുന്നുണ്ട്. ഇതൊരു ടേബിൾ സ്പൂണോ അല്ല ടീസ്പൂണോ അല്ല, അങ്ങനത്തെ ഒരു സ്പൂൺ ആയതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ യൂസസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളതിൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ട്, ഇത് 2 കുഞ്ഞ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്താണ് അത് കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ കൂടെ പറയുന്നത് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ തൈരില്ലേ, നല്ല കട്ട തൈര്, ആ തൈരാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, കൈ യൂസ് ചെയ്തിട്ടാണെങ്കിലും മിക്സ് ചെയ്യാം. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് എന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തേയില കുറച്ച് വെള്ളത്തിലിട്ട് നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. തേയിലയും അതിൻ്റെ കൂടെ തന്നെ കാപ്പി. അപ്പോൾ നമ്മുടെ ഹെന്ന പേസ്റ്റിൻ്റെ തിക്നെസ് ഇതേപോലെ വേണം. എന്നുവെച്ചാൽ ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം നമ്മുടെ ഹെന്ന പേസ്റ്റ് ഇരിക്കാനായിട്ട്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കണ്ടീഷനാട്ടോ. ആ സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളറിലുള്ളതെല്ലാം തന്നെ അയേണിൻ്റെ ആ സത്തെല്ലാം ഇറങ്ങിയിട്ടുള്ളതാണ് ആ ബ്ലാക്ക് കളറായിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ നമുക്ക് ഇതിലോട്ടൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കൂടുതൽ തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനി വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല, നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അധികം ലൂസായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഇരിക്കില്ല, നമ്മുടെ ഇടുന്ന ഡ്രസ്സിലും എല്ലാത്തിലോട്ടും അത് വീഴാൻ തുടങ്ങും. അപ്പോൾ അത്യാവശ്യം ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ എടുക്കാൻ. ഈ ഹെന്ന ഇട്ട് കഴിയുമ്പോഴേക്ക് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേഗം കാണിക്കുകയാണ് എങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഹെന്ന തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന്, ഹെയറിലോട്ട്. ഈ പേസ്റ്റ് നമ്മുടെ ഹെയറിലിട്ടിട്ട് ഒരു 4 hours വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചെല്ലാം നമുക്ക് കളറ് കിട്ടും. ഇത് ഭയങ്കര തണുപ്പായതുകൊണ്ട് ചിലർക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ള ആളുകൾ 1 മണിക്കൂറെല്ലാം വെച്ചാൽ മതി. നമ്മുടെ മുടിക്ക് ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെല്ലാം വെച്ചാൽ മതി.
പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ക്യാപ്പോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തായാലും മതി, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഒരു അങ്ങനെ ഇറിറ്റേഷൻ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. എന്താ നമുക്ക് അവിടെ ഇവിടെ എന്നും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ വേണം. നിങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.